ലാപ്ടോപ്പ് ഫോർമാറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതാ NVMe ഡിറ്റക്റ്റ് ചെയ്യണില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനായിട്ടൊരു ചെറിയൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കേസിലും ഇത് വർക്ക് ആവാറില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രൂസൊക്കെ എല്ലാം ഊരി ലാപ്ടോപ്പ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നും ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യുമ്പോഴോ ഊരിയെടുക്കുമ്പോഴോ ബാറ്ററിയിൽ നിന്ന് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബാറ്ററി റിമൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ ഞാൻ അവിടെ കാണിച്ചത് കീബോർഡിൻ്റെ കണക്ഷൻ, കീബോർഡിൻ്റെ ലൈറ്റിൻ്റെ കണക്ഷൻ, പിന്നെ നമ്മുടെ ടച്ച് പാഡിൻ്റെ കണക്ഷനൊക്കെയാണ് കാണുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള NVMe ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, അത് ഊരിയെടുക്കുക കേട്ടോ. NVMe ഊരിയെടുത്ത് നമ്മളൊരു എക്സ്റ്റേണൽ കേസിങ്ങിലേക്ക് ആക്കാം. എക്സ്റ്റേണൽ കേസിങ് നമുക്ക് EVMൻ്റെ അങ്ങനെ പിന്നെ പല മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് EVMൻ്റെ എക്സ്റ്റേണൽ കേസിംഗ് ആണ്. ഇത് NVMeയുടെ എക്സ്റ്റേണൽ കേസിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ NVMe നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ NVMe കണക്ട് ചെയ്തിട്ടുള്ള ഈ എക്സ്റ്റേണൽ കേസ് നമ്മളെ ഒരു ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്കോ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നമ്മൾ സാധാരണ ഫോർമാറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഫോർമാറ്റ് ചെയ്യാം. ഇതെല്ലാ കേസിലും വർക്ക് ആവാറില്ല കേട്ടോ. ചില കേസിൽ നമുക്കങ്ങനെ ഫോർമാറ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ടിട്ട് നോക്കുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ കേസിങ്ങിലേക്ക് ആക്കിയിട്ടുള്ള ഈ NVMe നമ്മളൊരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ ലാപ്ടോപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ലാപ്പിൽ ദിസ് PC ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കണക്ട് ചെയ്തേക്കുന്ന NVMe ആണോ SSD ആണോ എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കുമല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ 2 ഡ്രൈവാണുള്ളത്. 2 ഡ്രൈവ് ഞാൻ ഫോർമാറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പറയാം. ജസ്റ്റ് അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കത് ഫോർമാറ്റ് കൊടുക്കാം. മറ്റേ ഡ്രൈവ് അതുപോലെ തന്നെ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിൽ നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്കത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യുന്നതെന്ന് അവർ ഒന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് നമ്മൾ ഓക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 2 ഡ്രൈവും ഫോർമാറ്റായി. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചൂരെടുക്കാൻ പാടില്ല. നമ്മൾ അവിടെ പോയിട്ട് ഇജക്റ്റ് ചെയ്തിട്ട് വേണം സേഫ് ടു റിമൂവ് എന്ന് പറഞ്ഞ് മെസ്സേജ് കാണിച്ചതിന് ശേഷം നമ്മൾ എന്ത് കണക്ട് ചെയ്താലും റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ NVMe വീണ്ടും നമ്മൾ കേസിങ്ങിൽ നിന്ന് ഊരിയെടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാണ് കേട്ടോ. ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് നമ്മളത് സ്ക്രൂ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാറ്ററീനെ നമ്മൾ വീണ്ടും ഇതിലേക്ക് വെക്കണം. അപ്പോൾ ബാറ്ററി ഞാനിതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ആ ബാറ്ററി വെച്ച് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബാറ്ററി വയ്ക്കാൻ പറ്റും. ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ കൊടുക്കാം. ബാറ്ററിക്ക് സ്ക്രൂസ് 1-2 സ്ക്രൂസാണ് ഈ ബാറ്ററിയിൽ വരുന്നത്. ആ ബാറ്ററിമത്തെ സ്ക്രൂസ് ഇടുന്ന ആ പൊസിഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതൊരെണ്ണം വേറെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ 2 സ്ഥലത്ത് ഞാൻ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ അടയ്ക്കുക. ലാപ്ടോപ്പ് അടച്ചിട്ട് ഹിഞ്ചിൻ്റെ അവിടുത്തെ സ്ക്രൂ ഇട്ടതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ. അല്ലാതെ തുറന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ഹിഞ്ചിൻ്റെ അവിടെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹിഞ്ചിൻ്റെ അവിടുത്തെ സ്ക്രൂ എന്തായാലും ഇടണം. ബാക്കി പിന്നെ അല്ലാതെ നമ്മൾ പിന്നീട് നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇട്ടാലും മതി, ഇടാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് F12 ആണ് ഡെല്ലിൻ്റെ ഇതിൽ വരുന്ന നമ്മുടെ ബൂട്ട് ചെയ്യാനുള്ള ഒരു കീ പറയുന്നത്. കണ്ടോ, അത് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫോർമാറ്റ് ചെയ്ത് ഇട്ടപ്പോൾ അതിലെന്തെങ്കിലും എറർ ഉണ്ടായിരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഫോർമാറ്റ് ചെയ്തിട്ടപ്പോൾ നമുക്കവിടെ നമ്മുടെ NVMe ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്.